ഇനിയും വൈകിട്ടില്ലെന്ന കഥയുടെ തുടർഭാഗം. ക്രിസ്തുമസിനന്ന് ആങ്ങളമാരും ഭാര്യമാരും കുടിച്ച് ലക്ക് കെട്ട് പറയുന്നത് ലേഖ കേട്ടു. ഇതുവരെ ലേഖയ്ക്ക് അറിയില്ല ഈ ബംഗ്ലാവും തെങ്ങിൻതോപ്പും മറ്റും അടക്കമുള്ള സ്വത്തുക്കൾ അവളുടെ പേർക്കാണെന്ന്. അത് നമുക്ക് നമ്മുടെ പേർക്ക് മാറ്റണം. അതിന് നമുക്ക് അവൾ സ്വമനസാലെ എഴുതി തരുന്നതായിട്ടൊരു പ്രമാണം ഉണ്ടാക്കണം. അതെങ്ങനെ? അതിനൊരു വഴിയുണ്ട്. സാമിനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാമെന്ന് നമ്മൾ സമ്മതിക്കണം. അതിലവൾ വീഴും. ഈ ബുദ്ധിയെല്ലാം ഉപദേശിക്കുന്നത് നാത്തൂന്മാരാണ്. ലേഖയ്ക്ക് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഒന്നിച്ചൊരു വീട്ടിൽ ജനിച്ച് വളർന്നവർ തമ്മിൽ ഇത്രയും ശത്രുതയോ? അവർ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നു. ഒപ്പിട്ട് കിട്ടിയാൽ വിവാഹം കഴിപ്പിക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട. പിന്നെ പറയുന്നതും കേട്ട് ഇവിടെ നിന്നോളും. ലേഖ മനസ്സിലോർത്തു. ഇതിനി അനുവദിച്ചുകൂടാ. സുഖസൗകര്യങ്ങളുടെ പറുദീസയിലാണ് ഞാൻ ജനിച്ചത് വളർന്നതും. അങ്ങനെ തന്നെ. പക്ഷേ ഇന്നെൻ്റെ ജീവിതം തെരുവിലെ ഭിക്ഷയ്ക്കിരിക്കുന്നവരേക്കാൾ കഷ്ടമാണ്. കാലങ്ങളായി ഒരു പുതിയ ഡ്രസ്സ് ഉപയോഗിച്ചിട്ട്. പണമിരിക്കുന്ന ഷെൽഫിൻ്റെ താക്കോൽ അപ്പൻ എൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചിരുന്നത്. ആർക്ക് എന്താവശ്യം വന്നാലും ഞാൻ എടുത്തു കൊടുത്താൽ മതിയെന്ന് പറയുമായിരുന്നു. അതിന് അമ്മയടക്കം ആരും എതിരും പറഞ്ഞിട്ടില്ല. പക്ഷേ അപ്പ മരിച്ച് ആരും അമ്മ കിടപ്പിലുമായതോടെ ആൻസി അതിൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തു. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നോക്കാൻ അറിയാമെന്ന് പറഞ്ഞ്. ഞാൻ എന്തിന് എതിര് പറയണം? ഞാൻ എതിരൊന്നും പറഞ്ഞില്ല. പിന്നീട് 10 പൈസ ഞാൻ കണ്ടിട്ടില്ല. ശമ്പളമില്ലാത്ത വേലക്കാരിയായി ഞാൻ മാറി. അല്ല, അവർ എന്നെ മാറ്റി. വർഷങ്ങളായി ഞാൻ വെറുമൊരു അധികപ്പറ്റായി കഴിഞ്ഞുകൂടി പോകുന്നു. എനിക്ക് ഡ്രൈവിംഗ് അറിയാം. പക്ഷേ ഒറ്റ വണ്ടി പോലും തൊടാൻ പോയിട്ട് നോക്കാൻ പോലും അവർ അനുവദിക്കില്ല. എൻ്റെ പേർക്ക് എൻ്റെ അപ്പ വാങ്ങിത്തന്ന വണ്ടികൾ പോലും എനിക്ക് തൊടാൻ സാധിക്കത്തില്ല. എവിടെ പോണെങ്കിലും നടന്ന് വലഞ്ഞു പോയിക്കൊള്ളണം. എവിടെ ജനിച്ചാലും വരെ കൂടെ നന്നാവേണ്ടേ? എന്തായാലും പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു. പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. അതിനുശേഷം കുടുംബ വക്കീലിനെ പോയി കണ്ടു. അദ്ദേഹം ലേഖയെ കണ്ടതെ അത്ഭുതപ്പെട്ടു. ലേഖ, എനിക്ക് മനസ്സിലായില്ലല്ലോ കുട്ടി. എവിടെ കാർ? തന്നെയാണോ വന്നത്? കുറേ ചോദ്യങ്ങൾ. ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഞാൻ വന്നത് എനിക്ക് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. എന്താണ്? എൻ്റെ പേർക്ക് എന്തെങ്കിലും അപ്പൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ? എന്താ സംശയം? താമസിക്കുന്ന ബംഗ്ലാവും 5 ഏക്കർ തെങ്ങിൻ തോപ്പും ടൗണിലെ 2 കെട്ടിടവും അങ്ങനെ കുറേയേറെ സ്വത്തുക്കൾ ലേഖയുടെ പേർക്കാണ് എഴുതിയത്. അതിൻ്റെ രേഖകൾ എവിടെയാണ്? അതിൻ്റെ ഒറിജിനൽ അപ്പച്ചൻ വാങ്ങിയിരുന്നു. അതിൻ്റെ പകർപ്പ് എൻ്റെ കൈവശം ഇപ്പോഴുമുണ്ട്. ഇടയ്ക്ക് ഞാൻ അലക്സിനോട് ലേഖയുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ലേഖ വിവാഹത്തിന് തയ്യാറാകുന്നില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സത്യത്തിൽ ഞാൻ കുറച്ചു നാളായി ഇവിടെ ഇല്ലായിരുന്നു. സിംഗപ്പൂരിൽ മകളുടെ അടുത്തായിരുന്നു. അതാണ് ഞാൻ ഒന്നും അറിയാതിരുന്നത്. ലേഖ ചുരുക്കി ഇപ്പോഴത്തെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് വക്കീലിനോട് പറഞ്ഞു. എല്ലാം കേട്ട ശേഷം അദ്ദേഹം പറഞ്ഞു, ഇനിയൊന്നും നോക്കാനില്ല. തൻ്റെ കോലം കണ്ടിട്ട് തന്നെ വിഷമം സഹിക്കാൻ മേല. രാജകുമാരിയെപ്പോലെ ഇരിക്കേണ്ടിടത്ത് ദാസിയായി ജീവിച്ചത് മതി. ലേഖ ഉടൻ പറഞ്ഞു, എല്ലാ രേഖകളും അവരുടെ കയ്യിലല്ലേ സർ? നമുക്ക് എങ്ങനെ അത് തിരിച്ചു കിട്ടും? ലേഖ ശരിക്കൊന്ന് ശ്രമിച്ചാൽ അത് തിരികെ കിട്ടും. അതോർത്ത് ലേഖ പേടിക്കണ്ട. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലേഖ തീരുമാനിക്കുന്നത് പോലെ അവർ ജീവിച്ചുകൊള്ളും. സഹോദരങ്ങളാണെന്നൊന്നും ഇനി വിചാരിക്കണ്ട. അതൊക്കെ ഇരിക്കട്ടെ. ലേഖ എന്താ വിവാഹം കഴിക്കാതിരുന്നത്? ഒന്നുമില്ല സർ, അതല്ല. അലക്സ് പറഞ്ഞത് ലേഖയ്ക്ക് വിവാഹത്തോട് താല്പര്യമില്ലെന്നാണല്ലോ. വരുന്ന ആലോചനകളെല്ലാം ലേഖ വേണ്ടെന്ന് വയ്ക്കുന്നു എന്നൊക്കെയാണല്ലോ. അതിൽ വല്ല വാസ്തവമുണ്ടോ? എനിക്കൊരാളോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതെൻ്റെ അപ്പച്ചനും അറിയാമായിരുന്നു. അപ്പച്ചനും ഇഷ്ടമായിരുന്നു. പക്ഷേ വീട്ടിലുള്ള സകല ആൾക്കാരും എതിർത്തു. അപ്പച്ചൻ മരിച്ചു. അതോടെ ആ ആഗ്രഹം ഞാൻ ഉപേക്ഷിച്ചു. ആരാണ് അയാൾ? ഇപ്പോൾ DYSP ആണ്. സാറിനറിയാം, പണ്ട് ഞങ്ങളുടെ വീട്ടുകാര്യസ്ഥൻ ആയിരുന്ന സാമുവേൽ അച്ചായൻ്റെ മകൻ സാം. പിന്നെ എനിക്കറിയാം. അതൊരു നല്ല കാര്യമായിരുന്നല്ലോ. നല്ല സ്വഭാവമുള്ള പയ്യനായിരുന്നു. ഇപ്പോൾ അയാളുടെ വിവാഹം കഴിഞ്ഞോ? ഇല്ലെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. നമുക്കൊന്ന് ആലോചിച്ചാലോ? വേണ്ട സർ. അതെന്താ? അന്നത്തെ ലേഖ മരിച്ചുപോയി. ഇന്ന് ജീവിച്ചിരിക്കുന്നത് വെറുമൊരു രൂപം മാത്രമാണ്. അടുത്ത ഭാഗവുമായി വീണ്ടും